മുണ്ടക്കൈ ചുരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിൽ 2 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കീർത്തി കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്നും വാർത്തയുടെ വിശദ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കീർത്തി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കാവ്യ. കീർത്തി, നേരത്തെ ഇത് കോടതിയുടെ പരിഗണനയ്ക്ക് പലകുറി വന്നിട്ടുള്ളൊരു വിഷയമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ അതിനു മുൻപ് തന്നെ കേന്ദ്രം ഔദ്യോഗികമായി ഒരു കത്ത് നൽകിയതുമായി ബന്ധപ്പെട്ട്, അതായത് ദേശീയ ദുരന്തമായി കണക്കാക്കാൻ കഴിയില്ല എന്നതടക്കം പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അതിന് ഹൈക്കോടതിയിൽ കൃത്യമായി വരുത്തേണ്ടതുണ്ട്. കാരണം കോടതി പലകുറി ചോദിച്ചിട്ടും അതിൽ വ്യക്തമാക്കലുകൾ അല്ലെങ്കിൽ വ്യക്തമായൊരു വിവരവും അത് നൽകുന്നതിൽ ഇതുവരെയും കേന്ദ്ര സർക്കാർ തയ്യാറെടുത്തിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് അതിലൊരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ അന്തിമ അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഹൈക്കോടതിയിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ കരുതണോ? അത് ഇന്നത്തെ ഒരു ദിവസമാണോ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുള്ള ഒരു ദിവസം? കവ്യ, ഇന്നെന്തായാലും ഏറെ നിർണായകമായ ദിവസമാണ്. ഈ വയനാട് ദുരന്തത്തിൽ സ്വമേധയെടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. കേന്ദ്രത്തിന്റെ നിലപാട് അറിയിക്കാൻ തന്നെയാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത് ആദ്യമല്ല, ഇതിനു മുൻപ് കേസ് പരിഗണിക്കുന്ന വേളയിലൊക്കെ തന്നെ കേന്ദ്രത്തോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് നിലപാട്? ഇതൊരു വയനാട് ദുരന്തം അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് വേണ്ട സഹായങ്ങൾ ചെയ്യുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. കേരളം ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അതിനെ നോക്കിക്കാണുന്നതും. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും അത്തരമൊരു സമീപനം ഉണ്ടാകുമെന്ന്. എന്നാൽ കോടതിയിൽ ഇതുവരെയും കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ന് അത് ഉണ്ടാകുമോ എന്ന് തന്നെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ആ ഒരു സമയത്താണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ കേസ് ഇതിന് മുൻപ് പരിഗണിച്ചത്. അതിനു മുന്നേ തന്നെ കെ വി തോമസ് അയച്ച മുഖ്യമന്ത്രി അയച്ച കത്തിൽ മറുപടിയായി വന്നതാണ് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ല. എന്നാൽ ഇതിന് ഉള്ളൊരു കാരണം തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമാക്കുന്നില്ല. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു കത്തയച്ചത്, ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചതെന്ന് കെ വി തോമസ് മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. എന്നാൽ എന്ത് കാരണം കൊണ്ട് ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായിട്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകിയ സഹായത്തിന്റെ ഒരംശം പോലും കേരളത്തിന് നൽകിയിട്ടില്ല എന്നതാണ്. നമുക്കറിയാം, ഈ ദുരന്തമുണ്ടായ സമയത്ത് പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് വയനാട്ടിലേക്ക് എത്തിയതാണ്. ഈ ദുരന്തമൊക്കെ നേരിൽ കണ്ടതാണ്. അതിന്റെ ഗൗരവം അദ്ദേഹം മനസ്സിലാക്കിയതാണ്. എന്നിട്ട് പോലും ഒരു തരത്തിലുമുള്ള സഹായം, ഒരു പ്രത്യേക പാക്കേജ്, ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ഒന്നും തന്നെ കേന്ദ്രം തയ്യാറാകുന്നില്ല എന്നതാണ്. മറ്റൊന്ന്, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും കൊച്ചിയിലെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കും മന്ത്രി മറുപടി നൽകിയതാണ് വയനാടിനെ കൈവിടില്ല എന്ന്. എന്നാൽ വയനാടിനെ കൈവിട്ട അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. സംസ്ഥാന സർക്കാർ എന്തായാലും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ഈ ഒരു കത്ത് വരുന്നതിന് മുന്നേ തന്നെയും ഈ കത്ത് ലഭിച്ചതിന് ശേഷവും അത്തരത്തിൽ തന്നെയാണ് തീരുമാനം. സർക്കാർ സമ്മർദ്ദം ചെലുത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇതൊരു ഔദാര്യമല്ല, ഇതൊരു അവകാശമാണ്. ഈ ഒരു വയനാട് ദുരന്തം അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുകയും വേണ്ട സഹായങ്ങൾ കേന്ദ്രം ചെയ്യേണ്ടതുണ്ട്. അത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ അതൊന്നും ചെയ്യാണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ എന്തായാലും സർക്കാർ ഇത് നോക്കി നിൽക്കുകയില്ല. സർക്കാർ അവരുടെ നിലപാട് അത് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇനി കോടതിയിൽ നിലപാട് പറയേണ്ടത് അത് കേന്ദ്രമാണ്. എന്തുകൊണ്ടിങ്ങനെ കേന്ദ്രം കോടതിയിൽ നിലപാട് പറയാൻ വൈകുന്നു? ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ല എന്ന കത്ത് നൽകുമ്പോഴും അതെന്തുകൊണ്ട് കോടതിയിൽ പറയുന്നില്ല? കോടതിയിൽ ഇനി ഔദ്യോഗികമായി നിലപാട് അറിയിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് കോടതിക്ക് തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇത്രയും വൈകിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഇനി ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ, മറ്റെന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കേരളം ഉറ്റുനോക്കുന്നത് വയനാട് ദുരന്തത്തിൽ കേന്ദ്രം എന്ത് സഹായമാണ് നൽകാൻ പോകുന്നത് എന്നതാണ്. അതിനാണ് പ്രധാനമായും തന്നെ സർക്കാരും ഒപ്പം തന്നെ കേരളത്തിലെ ഒരു ജനവും. കാരണം വയനാട് ദുരന്ത സമയത്ത് അതിൻ്റെ ആ ഒരു കണ്ണിനോടുകൂടി തന്നെയാണ്
ആളുകൾ ആ ദുരന്തത്തെ അഭിമുഖീകരിച്ചത്. എല്ലാവരും വേദനിച്ച കേരളം മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ ഒരു ദുരന്തത്തെ അത്തരത്തിൽ തന്നെയാണ് കണ്ടത്. എന്നാൽ പോലും കേന്ദ്രം ഒരു തരത്തിലുള്ള സഹായം ചെയ്തില്ല. പ്രധാനമന്ത്രി ഇവിടെ നേരിട്ടെത്തി, ധനമന്ത്രി ഇവിടെ മറ്റൊരു പരിപാടിക്ക് എത്തിയപ്പോൾ വയനാടിനെ കൈവിടില്ല എന്ന് പറയുന്നു. എന്നാൽ പൂർണ്ണമായും കൈവിട്ട ഒരു സാഹചര്യമാണ് കാവ്യ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും കോടതിയിൽ ഇന്ന് ഈ വിഷയം പരിഗണനയ്ക്ക് വരുമ്പോൾ അത് ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കേന്ദ്രം നിലപാട് പറയുമോ എന്ന് തന്നെയാണ് പ്രധാനമായും കാവ്യ ഉറ്റുനോക്കുന്നത്.